ഇന്ത്യ ന്യൂസിലൻഡ് സ്വതന്ത്ര വ്യാപാര കരാറിന് അംഗീകാരം. അടുത്ത 3 മാസത്തിനുള്ളിൽ കരാറിൽ ഒപ്പുവെക്കും. 10% അധിക തീരുവ ന്യൂസിലൻഡ് പൂജ്യമാക്കും. വിഷ്ണു ചേരുകയാണ്. വിഷ്ണു, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഷമി, ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സ്വതന്ത്ര വ്യാപാര കരാറിലേക്കാണ് ഇപ്പോൾ ഒരു അംഗീകാരം വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യ ന്യൂസിലാൻഡ് സ്വതന്ത്ര വ്യാപാര കരാറുമായുള്ള ചർച്ച കഴിഞ്ഞൊരു മാർച്ചിലാണ് ആരംഭിച്ചത്. എന്തായാലും മാർച്ചിൽ ആരംഭിച്ച ചർച്ചയ്ക്കാണ് ഇപ്പോൾ ഒരു തീരുമാനത്തിലേക്ക്, അംഗീകാരത്തിലേക്ക് എത്തി നിൽക്കുന്നത്. എന്തായാലും ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതോടൊപ്പം തന്നെ ന്യൂസിലാൻഡ് പ്രധാനമന്ത്രിയും ഫോണിൽ സംസാരിക്കുകയും ക്രിസ്റ്റഫർ ലെക്ചറുമായി ഫോണിൽ സംസാരിക്കുകയും അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ കരാറിന് അംഗീകാരം ആയി എന്നൊരു പ്രഖ്യാപനം കൂടി നടത്തുകയും ചെയ്തത്. എന്തായാലും ഇത്തരമൊരു കരാർ നിലവിൽ വരുന്നതോടുകൂടി ന്യൂസിലാൻഡ് വിവിധ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ അത് കുറയ്ക്കാൻ 10% അധിക തീരുവ ഉണ്ടായിരുന്നത് കുറയ്ക്കാൻ, പൂജ്യമാക്കാനായിട്ടുള്ള തീരുമാനം കരാറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപ്രകാരം ഏകദേശം 140ഓളം ഉൽപ്പന്നങ്ങൾക്കാണ് പൂജ്യത്തിലേക്ക് തീരുവ എത്തുക എന്നതാണ് അറിയിച്ചിരിക്കുന്നത്. വാഹനങ്ങൾ, അതോടൊപ്പം തന്നെ തുകൽ ഉൽപ്പന്നങ്ങൾ, ടെക്സ്റ്റൈൽ മേഖലയിലെ വിവിധ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെയാണ് ഇത്തരത്തിൽ ഒരു തീരുവ ഇളവ് ലഭിക്കുക എന്നൊരു കാര്യം കൂടി കരാറിൽ വ്യക്തമാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വിദ്യാർത്ഥികളുടെ വിസയ്ക്കുള്ള പരിധി അത് പൂർണ്ണമായും ഒഴിവാക്കും. യാതൊരു പരിധിയില്ലാതെ വിദ്യാർത്ഥികൾക്ക് വിസ നൽകും തീരുമാനം കൂടി എന്തായാലും കരാറിന്റെ ഭാഗമായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഇന്ത്യ 7ാമത്തെ ഒരു സ്വതന്ത്ര വ്യാപാര കരാറിലേക്കാണ് കടന്നിരിക്കുന്നത്. നേരത്തെ ഒമാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും സ്വതന്ത്ര കരാറിൽ ഇന്ത്യ ഏർപ്പെട്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ന്യൂസിലാൻഡുമായിട്ടും ഒരു സ്വതന്ത്ര കരാറിലേക്ക് ഇന്ത്യ ഏർപ്പെടുന്നത്. ഈ കരാറിന്റെ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് അടുത്ത 15 വർഷത്തിനകത്ത് ഈ ഇന്ത്യ ന്യൂസിലാൻഡ് ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയാക്കുക എന്നൊരു ലക്ഷ്യം കൂടിയുണ്ട്. അതോടുകൂടി ഈ അടുത്ത 15 വർഷത്തിനുള്ളിൽ ന്യൂസിലാൻഡിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഏകദേശം $20 ബില്യൺ നിക്ഷേപം കൊണ്ടുവരാൻ സാധിക്കും എന്ന് തന്നെയാണ് ഈ ഒരു കരാറിലൂടെ ലക്ഷ്യമിടുന്നത്. വിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്.